രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോറി നല്ല ഫ്രഷ് വെജിറ്റബിൾസൊക്കെ കിട്ടുക ഇലകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് രാവിലെ മോറിലോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു ഞാനും ഇക്കായും. അപ്പോൾ നെച്ചൂനെ വീട്ടിൽ ഇരുത്തിയിട്ട് സ്കൂട്ടിക്കകത്ത് പോകാമെന്ന് വിചാരിച്ചു. 4 പേരും കൂടെ സ്കൂട്ടിയിൽ പോയി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനും എസ്മി ഇക്കായും കൂടെ മോറിലെത്തി. അപ്പം ഞങ്ങളെക്കായും മുമ്പേ ഞാൻ ഹെൽമെറ്റ് ഊരുന്നതിന് മുമ്പേ എസ്മി സാനിറ്റൈസറൊക്കെ കൊണ്ട് എവിടെ പോകത്തുള്ളൂ കേട്ടോ. ഭയങ്കര പേടിയായിപ്പോൾ എസ്മിക്ക്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ആയാലും ഇതാണ് കേട്ടോ, ഈ പച്ചക്കറികൾ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഈ ഇലവർഗ്ഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേന് എസ്മി പോയിട്ട് ഒരു ജോലി ലോലിപോപ്സിൻ്റെ വലിയൊരു പാക്കറ്റ് എടുത്ത് കൈ പിടിച്ചുകൊണ്ട് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും മധുരം ഒരിക്കലും മേടിച്ചു കൊടുക്കാക്കത്തില്ല. കാരണം ഇത് മേടിച്ച് വെച്ചാലും ഇന്ന് തന്നെ ഇവൾ അടിയുണ്ടാക്കി ഇതെല്ലാം മേടിച്ച് കഴിക്കും. അതുകൊണ്ട് ഇത്രയും പഞ്ചസാര മേടിക്കണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അറിഞ്ഞ് നെജ്മലിൻ്റെ സ്കൂളിൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്ങാണ്ട് ഗ്ലൂവോ മറ്റെന്തൊക്കെ മേടിക്കണമായിരുന്നു. എന്നിട്ടൊക്കെ പോയി ഗ്ലൂവും കാര്യങ്ങളും ഒക്കെ എടുത്ത്. പക്ഷേ അത് പിന്നെ ബാർകോഡ് റീഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ തിരിച്ചു കൊണ്ട് വെച്ചായിരുന്നു. അത് മേടിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ മോഡിൽ പോയി എടുത്ത സാധനങ്ങളാണ്. ഇതാണ് ബജ്ര എന്ന് പറയുന്നത്. ഇതാണ് മില്ലറ്റ് ദോശ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡയറ്റ് വീഡിയോയ്ക്കകത്തൊക്കെ കാണിക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്നത്തെ സ്റ്റാർ ഡിഷ് എന്ന് പറയുന്ന സാധനം ഇതാണ്, മഷ്റൂം. ഇത് മോഡിൽ നിന്ന് മേടിച്ചതാണ്. 55 രൂപയാണ് തോന്നുന്നു. പിന്നെ ബട്ടർ മേടിച്ചു, തൈര് മേടിച്ചു, ബജ്രയുടെ തന്നെ പൊടിച്ചത് കിട്ടും, അതും മേടിച്ചു. പിന്നെ 150 രൂപയ്ക്ക് പ്രൊമോഷൻ കിട്ടിയേക്കുന്ന പച്ചക്കറി കിറ്റാണ് ഇത്. അപ്പോൾ മുഴുവൻ നാട്ടിലൊക്കെ വില കൂടിയിട്ടുണ്ടോ. തക്കാളിക്കൊക്കെ 90 രൂപയായിട്ടുണ്ട് ഇവിടെ 5. പിന്നെ കുഞ്ഞുങ്ങൾക്ക് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ നെച്ചൂന് ഭയങ്കര ഇഷ്ടമാണ് സാൻഡ്വിച്ച്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വീറ്റ് ബ്രെഡ്, അത് ഹോൾ മൾട്ടിഗ്രെയിൻ ബ്രെഡാണിത്. ഇത് പഞ്ചസാരയില്ല. അപ്പോൾ അത് മേടിച്ചു. പിന്നെ കുറേ പച്ചക്കറികൾ മേടിച്ചു. ഇതെല്ലാം നമുക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ മേടിച്ചു. ഇത് കുക്കുംബറാണ്. എസ്മിയുടെ ഫേവറേറ്റ് സാധനമാണ്. അതുകൊണ്ട് എസ്മി എടുക്കുന്നത് തരാം കഴുകി തരേ. പിന്നെ ഒരു ക്യാപ്സിക്കം മേടിച്ചോളൂ. പിന്നെ എഗ്ഗ് മേടിച്ചു. അപ്പം ഇത്രയൊക്കെയാണ് ഇനി ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് മേടിച്ചത്. അപ്പം ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരമാണ് സ്പെഷ്യൽ. അപ്പം നമുക്ക് വൈകുന്നേരം ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ സോസിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചത്. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇനി കാണാം. ഇന്നത്തെ സൺഡേ മോർണിംഗ് വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ബൈ.